ഹായ്, എസ് എൽ ടോക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളെ ശരിക്കും സ്നേഹിക്കുന്ന ആളുകളെ മനസ്സിലാക്കാനായിട്ട് കുറച്ച് എളുപ്പമുണ്ട്, എന്നാൽ ചില ആളുകളുടെ കാര്യത്തിൽ കുറച്ച് ടാസ്ക്കുള്ള കാര്യമാണ്. അതായത് നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും ചില ആളുകൾ കേട്ടോ. അതുപോലെ നമ്മളോട് ഭയങ്കരമായിട്ട് സ്നേഹം പ്രകടിപ്പിക്കുന്ന, എല്ലാം ഓപ്പണായിട്ട് പറയുന്ന ആളുകളാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് അറിയാൻ പറ്റും. പക്ഷേ അവരുടെ ഫീലിങ്സ് എക്സ്പ്രസ് ചെയ്യാത്ത കുറച്ച് ആളുകളുണ്ട്, അവരത് തുറന്ന് കാണിക്കാറില്ല. അങ്ങനെ ആകുമ്പോൾ നമുക്ക് അവരെ മനസ്സിലാക്കുക എന്ന് പറയുന്നത് ഒരു വലിയ ടാസ്ക് ആയിട്ടാണ് ഫീൽ ചെയ്യും. ഇവരൊക്കെ ഇഷ്ടമാണോ അല്ലേ എന്നുള്ളതൊന്നും മനസ്സിലാവണമില്ലല്ലോ, ഇങ്ങനെയായിരിക്കും നമ്മൾ വിചാരിക്കുന്നുണ്ടാവുക. പക്ഷേ എന്നാൽ പോലും കുറച്ച് കാര്യങ്ങൾ വെച്ചുകൊണ്ട് നമുക്ക് അറിയാൻ പറ്റും അവരെ എത്രത്തോളം അവരുടെ ഫീലിങ്സ് തുറന്ന് പറയാത്ത ആളുകളാണെങ്കിലും, നിങ്ങളടുത്ത് ഓപ്പണായിട്ട് പറയുന്ന ആളുകളാണെങ്കിലും ഒക്കെ അവർക്ക് നിങ്ങളെ ശരിക്കും ഇഷ്ടമാണ് എന്നുണ്ടെങ്കിൽ നമുക്കത് മനസ്സിലാക്കാൻ പറ്റും. അതിനുള്ള കുറച്ച് വഴികൾ ഞാൻ പറഞ്ഞുതരാം. ഇത് നോക്കിയിട്ട് നിങ്ങളൊന്ന് മനസ്സിലാക്കിയാൽ മതി അവർക്ക് നിങ്ങൾ ഇഷ്ടമാണോ അല്ലേ എന്നുള്ളത്. ഇതിൽ ഒന്നാമത്തെ പോയിന്റ് എന്ന് പറയുന്നത്, അവർ നിങ്ങളെ ഒരിക്കലും മാറ്റാൻ ശ്രമിക്കില്ല എന്നുള്ളതാണ്. കുറേ പേരിൽ നമ്മൾ കേൾക്കുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവരുടെ റിയൽ ക്യാരക്ടർ അവരുടെ പാർട്ട്ണർക്ക് ഇഷ്ടമല്ല, അവർ സ്നേഹിക്കുന്ന ആൾക്ക് ഇഷ്ടമല്ല. അപ്പം അതുകൊണ്ട് തന്നെ ഭയങ്കരമായിട്ട് മാറ്റാൻ വേണ്ടി പറയുന്നുണ്ട്, അല്ലെങ്കിൽ എൻ്റെ ആ ഒരു സ്വഭാവം ഇഷ്ടമല്ലാത്തതുകൊണ്ട് മാറ്റാൻ പറയുന്നുണ്ട് എന്നൊക്കെ കുറേ പേര് പറയാറുണ്ട്. നിങ്ങളുടെ ആ ഒരു ഇഷ്ടമല്ലാത്തൊരു സ്വഭാവം എന്ന് പറയുന്നത്, ഇപ്പം നിങ്ങൾക്ക് ഹെൽത്ത് ഇഷ്യൂസ് വരുന്നതോ അതല്ലെങ്കിൽ മറ്റുള്ളവർക്ക് മോശമായിട്ട് ഫീൽ ചെയ്യുന്നതോ ആയിട്ടുള്ള എന്തെങ്കിലും കാര്യമാണെങ്കിൽ, അതായത് മറ്റുള്ളവർക്ക് ദ്രോഹമായിട്ടൊക്കെ തോന്നുന്ന അങ്ങനെ ഉണ്ടാകുന്ന കാര്യങ്ങളുണ്ടല്ലോ, അതായത് ഇപ്പം എന്താ പറയുക, വഴക്കുണ്ടാക്കുക, അടി ഉണ്ടാക്കുക, ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഇല്ലേ, അതൊക്കെയാണ്. അതേപോലെ തന്നെ നിങ്ങൾ ഡ്രഗ് യൂസ് ചെയ്യുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ അങ്ങനെയൊക്കെ, അതൊക്കെയാണ് മാറ്റാൻ പറയുന്നതെന്നുണ്ടെങ്കിൽ അത് കുഴപ്പമൊന്നുമില്ല. പക്ഷേ അതല്ലാതെ നിങ്ങളുടെ റിയൽ ക്യാരക്ടറിൽ മാറ്റങ്ങൾ കൊണ്ടുവരണം എന്നവർ പറയുന്നുണ്ടെങ്കിൽ നിങ്ങളെ അതേപോലെ അക്സെപ്റ്റ് ചെയ്യാനായിട്ട് അവർക്ക് ബുദ്ധിമുട്ടുണ്ട് എന്നുള്ളതാണ് അർത്ഥം. അങ്ങനെ നമ്മൾ ശരിക്കും സ്നേഹിക്കുന്ന ഒരാളാണെങ്കിൽ അവരെ മാറ്റാൻ നമ്മൾ ശ്രമിക്കൂ? ഇല്ല. കാരണം നമ്മൾ അവരെ സ്നേഹിക്കുന്നത് തന്നെ അവരുടെ ആ ഒരു സ്വഭാവം കൊണ്ടായിരിക്കാം. ഇല്ലെങ്കിൽ ഇപ്പോൾ അതായത് നമുക്ക് ഒരാളോട് ഇഷ്ടം തോന്നുമ്പോൾ അവരുടെ സ്വഭാവം നോക്കിയിട്ടാണ് നമ്മൾ അവരെ ഇഷ്ടപ്പെടുക. പിന്നെ അത് മാറ്റാൻ പറയേണ്ട ഒരാവശ്യമില്ലല്ലോ. നമ്മൾ അതേപോലെ അക്സെപ്റ്റ് ചെയ്യുന്നവരെ മാത്രം നിങ്ങൾ അക്സെപ്റ്റ് ചെയ്താൽ മതി. അങ്ങനെയുള്ള ഒരാളെ മാത്രം നിങ്ങൾ സ്നേഹിച്ചാൽ മതി. അങ്ങനെയുള്ള ഒരാളാണ് നിങ്ങളെ സ്നേഹിക്കുന്നത് എന്നുണ്ടെങ്കിൽ നിങ്ങൾ പേടിക്കണ്ട. എന്നാൽ നിങ്ങളെ മാറ്റാൻ നോക്കുന്ന ഒരാളാണെങ്കിൽ അവർ നിങ്ങളെ റിയൽ ആയിട്ട് സ്നേഹിക്കുന്നുണ്ടോ എന്നുള്ളത് സംശയമായിട്ട് തന്നെ നിൽക്കും എന്നുള്ളതാണ്. കാരണം നിങ്ങളെ മാറ്റാൻ ശ്രമിക്കുന്ന ഒരു പേഴ്സൺ നിങ്ങളെ യഥാർത്ഥമായി സ്നേഹിക്കാനുള്ള സാധ്യത കുറവാണ്. ഇനി രണ്ടാമത്തെ പോയിന്റ് എന്ന് പറയുന്നത്, നിങ്ങളുടെ ഉയർച്ചകളിൽ അവർക്ക് യാതൊരു തരത്തിലുള്ള അസൂയോ ദേഷ്യമോ ഉണ്ടാവില്ല എന്നുള്ളതാണ്. നിങ്ങൾക്ക് ഈ ഒരു റിലേഷൻഷിപ്പിൽ വന്നതിന് ശേഷം എപ്പോഴും ഗ്രോത്ത് മാത്രമേ സംഭവിച്ചിട്ടുണ്ടാവുള്ളൂ. അപ്പം നിങ്ങളോട് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ പറയണ്ടാവുക, എന്നെ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്തത് എൻ്റെ പാർട്ട്ണറാണ്, അല്ലെങ്കിൽ ഞാൻ സ്നേഹിക്കുന്ന ആ ഒരാളാണ് എന്നുള്ളതായിരിക്കും. അതായിരിക്കും സത്യം. നിങ്ങൾ ഉയർച്ചയിലേക്ക് എത്തണമെന്ന് ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന ആൾ അവരായിരിക്കും. ഒരിക്കലും അവർക്കൊരു ജലസി ഫീൽ അവിടെ ഉണ്ടാവില്ല എന്നുള്ളതാണ്. ഇപ്പൊ എനിക്ക് ഇയാളേക്കാൾ മുന്നിലെത്തണം, അല്ലെങ്കിൽ എനിക്ക് ഇതൊക്കെ ചെയ്യണം, ഇവരൊരിക്കലും എന്നെ കടന്നു പോകാൻ പാടില്ല എന്നുള്ള ചിന്തയൊന്നും ഉണ്ടാവില്ല. കാരണം നിങ്ങൾ ലൈഫിൽ ഒരുമിക്കേണ്ട ആളുകളാണ്, ഒരുമിച്ച് ജീവിക്കേണ്ടതാണ്. സോ അതുകൊണ്ട് അവർക്ക് കിട്ടിയാൽ അത് എനിക്കും കിട്ടിയതുപോലെയാണ് എന്ന് ചിന്തിക്കാനും അങ്ങനെ കാണാനും ഉള്ളൊരു കഴിവ് അവർക്ക് ഉണ്ടാവും എന്നുള്ളതാണ്. അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾ പേടിക്കണ്ട. അതല്ലാതെ നിങ്ങൾ എന്തൊക്കെ ചെയ്യണം എന്ന് പറയുമ്പോഴും തടസ്സം പറയുക, നിങ്ങളെ സപ്പോർട്ട് ചെയ്യാതിരിക്കുക, അങ്ങനെയൊക്കെ ആണെങ്കിൽ ഒരു പേടി എന്തായാലും നിങ്ങൾക്ക് ഉണ്ടാവുന്നത് നല്ലതാണ്. കാരണം അവിടെയും അവർക്ക് ആത്മാർത്ഥത ഉണ്ടെന്നുള്ളത് പറയാൻ പറ്റില്ല. ഇനി മൂന്നാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത്, അവരൊരിക്കലും നിങ്ങളെ തനിച്ചാക്കില്ല. നിങ്ങൾക്ക് പ്രയാസമുള്ള കുറേ സമയം ഉണ്ടായിരിക്കും. അപ്പോൾ ഈ സമയങ്ങളിലൊന്നും, ഇപ്പം നിങ്ങൾക്ക് ഫിനാൻഷ്യലി പ്രശ്നങ്ങൾ വന്നിരിക്കുന്ന സമയമാണെങ്കിലും മെന്റലി ഇമോഷണലി നിങ്ങൾ ഡൗൺ ആയിരിക്കുന്ന സമയമാണെങ്കിലും ഒന്നും നിങ്ങളെ തനിച്ചവരാക്കില്ല എന്നുള്ളതാണ്. തനിച്ചാക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒറ്റയ്ക്ക് ഇരിക്കാൻ സമ്മതിക്കില്ല എന്നൊന്നുമല്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ എപ്പോഴും ഒരു സഹായത്തിനും സപ്പോർട്ടിനും ആ ഒരാൾ നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കും. നിങ്ങൾക്ക് വിഷമിച്ചിരിക്കുകയാണെങ്കിൽ ആൾ ബാക്കിയുള്ള തിരക്കുകൾ മാറ്റി വെച്ചിട്ട് കൂടി ചിലപ്പോൾ നിങ്ങളുടെ അടുത്ത് വന്നിരിക്കും. ഇനിയിപ്പോൾ ബാക്കിയുള്ള തിരക്ക് മാറ്റി വെച്ചിട്ട് വന്നിരിക്കാൻ പറ്റാത്ത ആളുകൾ ഉണ്ടായിരിക്കും കേട്ടോ. പക്ഷേ അവർ ഇപ്പം ഫിസിക്കലി നിങ്ങളുടെ കൂടെ ഇല്ലെങ്കിലും ഇമോഷണലി അവർ നിങ്ങൾക്ക് കൂട്ടായി ഇരിക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ടാവും. വിളിച്ച് ചോദിക്കുക, വിളിച്ച് സംസാരിക്കുക, നിങ്ങളെ സമാധാനിപ്പിക്കാൻ നോക്കുക, ഇതൊക്കെ അവർ ചെയ്യും എന്നുള്ളതാണ്. അങ്ങനെ ഒരിക്കലും നിങ്ങളെ ഒറ്റയ്ക്കാക്കാൻ ശ്രമിക്കാത്ത, എല്ലാ സിറ്റുവേഷനിലും നിങ്ങളുടെ കൂടെ നിൽക്കുന്ന ഒരാളാണെങ്കിൽ ആത്മാർത്ഥത നല്ല രീതിയിലുണ്ട് എന്ന് നമുക്ക് ഉറപ്പിക്കാനായിട്ട് പറ്റും. നാലാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത്, ഇവരൊരിക്കലും രഹസ്യങ്ങൾ സൂക്ഷിക്കില്ല എന്നുള്ളതാണ്. ഇപ്പൊ രഹസ്യങ്ങൾ എന്ന് പറയുമ്പോൾ നമുക്ക് ഉണ്ടായിരിക്കും പേഴ്സണലി കുറേ കാര്യങ്ങൾ നമ്മുടെ മനസ്സിലുണ്ടായിരിക്കും. അപ്പൊ അതെല്ലാം ഒന്നും നമുക്ക് തുറന്നു പറയാൻ പറ്റിയെന്ന് വരില്ല. നമ്മുടെ പാർട്ണറുടെ അടുത്താണെങ്കിലും ഫ്രണ്ട്സിന്റെ അടുത്താണെങ്കിലും ആരുടെ അടുത്താണെങ്കിലും എല്ലാതൊന്നും നമുക്ക് ഓപ്പൺ ആയിട്ട് പറയാൻ പറ്റില്ല. കുറേ കാര്യങ്ങൾ നമ്മൾ ഹൈഡ് ചെയ്ത് വെക്കാറുണ്ട്. പക്ഷേ അതിനൊരു ലിമിറ്റ് ഉണ്ട്. അതായത് നമ്മുടെ പാർട്ട്ണറുടെ അടുത്ത് പറയേണ്ട കുറേ കാര്യങ്ങളുണ്ട്. അത് നിങ്ങൾ പറയാതിരിക്കരുത്. നിങ്ങളുടെ അടുത്ത് അവരങ്ങനെ ചെയ്യുന്നുണ്ടോ എന്നുള്ളത് നോക്കുക. ഹൈഡ് ചെയ്ത് വെക്കുന്നുണ്ടെങ്കിൽ, ഏറ്റവും നല്ല എക്സാമ്പിൾ പറയുകയാണെങ്കിൽ,
ഇപ്പോൾ അവരവരുടെ ഫോൺ ഹൈഡ് ചെയ്യുന്നുണ്ടെങ്കിൽ, ഒരു എക്സാമ്പിൾ ആണ് കേട്ടോ, അല്ലാതെ അവരുടെ ഫോൺ ഹൈഡ് ചെയ്യുമെന്നൊന്നല്ല ഞാൻ പറയുന്നത്, ഹൈഡ് ചെയ്യുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ചാറ്റ് ഹൈഡ് ചെയ്യുന്നുണ്ടെങ്കിൽ, അങ്ങനെയല്ല ഇപ്പം നിങ്ങൾക്ക് ഒരാൾ ഇഷ്ടമല്ല എന്ന് വിചാരിക്കാം. അതായത് നിങ്ങൾ സ്നേഹിക്കുന്ന ആ ഒരു പേഴ്സൺ ഒരാളോട് സംസാരിക്കുന്നത് നിങ്ങൾക്ക് ഇഷ്ടമല്ല എന്ന് വിചാരിക്കുക. അപ്പോൾ ആൾ പക്ഷേ ഒരു ദിവസം അവരെ കണ്ടു, സംസാരിച്ചു. അപ്പം അങ്ങനെ ആകുമ്പോൾ നിങ്ങളുടെ അടുത്ത് വന്നിട്ട് അവരത് പറയുന്നുണ്ടെങ്കിൽ അത് നല്ലതാണ്. നേരെ മറിച്ച് പറയാതിരിക്കുന്നുണ്ടെങ്കിൽ, ഒന്നില്ലെങ്കിൽ ചിലപ്പോൾ നിങ്ങൾ ചീത്ത പറയുമെന്നുള്ള പേടി കൊണ്ടായിരിക്കും, പ്രശ്നം ഉണ്ടാക്കുമെന്നുകൊണ്ടായിരിക്കാം. അതല്ലെങ്കിൽ അത് ഹൈഡ് ചെയ്ത് വെക്കുന്ന രീതി തന്നെയാണ്. ഇത് ഒരു സിമ്പിൾ ആയിട്ടുള്ളൊരു കാര്യം പറഞ്ഞാട്ടോ, ഇതിലൊരിക്കലും നിങ്ങൾ തെറ്റായി വിചാരിക്കാനുള്ളൊന്നുമില്ല. സിമ്പിൾ ആയിട്ടുള്ള ഒന്നും ഹൈഡ് ചെയ്ത് വെക്കില്ല എന്നുള്ളത് മാത്രമേ ഉദ്ദേശിച്ചുള്ളൂ. അതായത് കുറച്ചുകൂടി അതിൻ്റെ ഉള്ളിലേക്ക് ഇറങ്ങി ചെല്ലാതെ ഞാൻ ചെറിയ രീതിയിൽ ഒരു എക്സാമ്പിൾ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. ഇങ്ങനെ കുറേ കാര്യങ്ങൾ വരാം. അതിപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ ഫോൺ ഹൈഡ് ചെയ്യൽ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അങ്ങനെ ഹൈഡ് ചെയ്ത് വെക്കുക എന്നുള്ളത്, ഞാൻ നിങ്ങളെ കൂടുതൽ സംശയത്തിലേക്ക് ആക്കണ്ടെന്ന് പറഞ്ഞിട്ടാണ് ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ പറയുന്നത്. അപ്പോൾ എങ്ങനെയാണെങ്കിലും അവർ ഹൈഡ് ചെയ്ത് വെക്കുന്ന ഒരു ശീലം ഉണ്ടെങ്കിൽ നല്ലതല്ല. നിങ്ങളുടെ അടുത്തെല്ലാം തുറന്ന് പറയുന്നതാണ് എപ്പോഴും ബെറ്റർ ആയിട്ടുള്ളത്. ഇനി അഞ്ചാമതൊരു കാര്യം എന്ന് പറയുന്നത്, നിങ്ങളെ മറ്റുള്ള ആളുകളുടെ മുമ്പിൽ എപ്പോഴും ഇവർ നല്ല രീതിയിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുള്ളൂ. നിങ്ങളോട് ഭയങ്കര റെസ്പെക്റ്റ് ഇവർക്ക് ഉണ്ടായിരിക്കും എന്നുള്ളതാണ്. മറ്റുള്ളവരോട് പറയുമ്പോൾ ഇതാണ് എൻ്റെ പാർട്ട്ണർ അല്ലെങ്കിൽ ഇതാണ് ഞാൻ സ്നേഹിക്കുന്ന ആളെന്ന് പറഞ്ഞിട്ട് നിങ്ങളെ ഇൻട്രൊഡ്യൂസ് ചെയ്യും. അതേപോലെ നിങ്ങൾ ചെയ്തു കൊടുത്തിട്ടുള്ള എന്തെങ്കിലും ഒരു കാര്യത്തെക്കുറിച്ചൊക്കെ അവർ ചിലപ്പോൾ എടുത്ത് പറയും. അങ്ങനെ പറയുമെന്ന് ഉറപ്പില്ല, നിർബന്ധവുമില്ല. പക്ഷേ നിങ്ങളെ പരിചയപ്പെടുത്തുന്ന രീതി എങ്ങനെയാണെന്നുള്ളത് നോക്കുക. അവർക്ക് പരിചയമുള്ളവർ നിങ്ങളോട് എങ്ങനെ പെരുമാറുന്നു എന്നുള്ളത് കൂടി നോക്കുക. ആ ഒരു കാര്യം നോക്കിക്കഴിഞ്ഞാൽ, അതായത് അവർക്ക് പരിചയമുള്ള ആളുകൾ, അവരുടെ ഫ്രണ്ട്സൊക്കെ നിങ്ങളോട് പെരുമാറുന്ന എങ്ങനെയാണെന്ന് നോക്കിക്കഴിഞ്ഞാൽ അവർക്ക് നിങ്ങളോടുള്ള സ്നേഹം കൂടി മനസ്സിലാക്കാൻ പറ്റും. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവർ നല്ലതാണ് നിങ്ങളെക്കുറിച്ച് പറയുന്നതെന്നുണ്ടെങ്കിൽ അവരുടെ ഫ്രണ്ട്സ് നിങ്ങളോട് വളരെ നല്ല രീതിയിലായിരിക്കും, റെസ്പെക്റ്റോട് കൂടിയിട്ടായിരിക്കും പെരുമാറുന്നുണ്ടാവുക. നേരെ മറിച്ച് അവർ മോശമായിട്ട് എന്തെങ്കിലുമൊക്കെയാണ് പറയുന്നതെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അവർ നിങ്ങളോട് പെരുമാറുന്നത് ചെറിയ രീതിയിലുള്ള ഒരു ഡിസ്റ്റൻസ് കീപ്പ് ചെയ്തിട്ടും വലിയ റെസ്പെക്റ്റ് ഇല്ലാതെയൊക്കെ ആയിരിക്കും. അപ്പം അങ്ങനെ മറ്റുള്ളവരുടെ മുമ്പിൽ വെച്ച് നിങ്ങളോട് എങ്ങനെ പെരുമാറുന്നു എന്നുള്ള കാര്യവും മറ്റുള്ളവരോട് നിങ്ങളെക്കുറിച്ച് എന്ത് പറയുന്നു എന്നുള്ളതൊക്കെ നോക്കിക്കൊണ്ടും നമുക്ക് അവരുടെ ഒരു ഇഷ്ടമൊക്കെ മനസ്സിലാക്കാനായിട്ട് കഴിയും എന്നുള്ളതാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നോക്കിക്കൊണ്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അവരുടേത് റിയൽ ആയിട്ടുള്ള ഇഷ്ടമാണോ അല്ലയോ എന്നുള്ളത്. ഇനിയിപ്പോൾ വേറെ കുറച്ച് കാര്യങ്ങൾ പറയുകയാണെങ്കിൽ ഒരിക്കലും അവർ തന്നുള്ള വാക്കുകൾ ലംഘിക്കില്ല എന്നുള്ളതാണ്. അതേപോലെ തന്നെ നിങ്ങളെ വേദനിപ്പിക്കുന്ന കാര്യങ്ങളൊന്നും അവർ ചെയ്യാനായിട്ട് തയ്യാറാവില്ല. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇതിൽ ആഡ് ചെയ്യാം. ഇങ്ങനെ കുറേ കാര്യങ്ങൾ ഇതിൻ്റെ പുറകെ വരുന്നുണ്ട്. പക്ഷെ ഞാൻ ഇതൊരു ചെറിയ വീഡിയോ ആയിട്ട് ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ. ഒരു 4-5 കാര്യങ്ങളാണ് മെയിനായിട്ട് ഞാൻ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ എന്തായാലും നിങ്ങളുടെ സംശയങ്ങളൊക്കെ മാറിക്കിട്ടാനായിട്ട് ഈ കാര്യങ്ങൾ തന്നെ നിങ്ങൾ നോക്കിയാൽ മതി. അപ്പോൾ അവർക്ക് നിങ്ങളോട് ഇഷ്ടമുണ്ടോ ഇല്ലേ എന്നുള്ളതൊക്കെ നിങ്ങൾ തന്നെ മനസ്സിലാക്കുക. ഞാൻ വീണ്ടും പറയുന്നു, ഞാൻ പറഞ്ഞ കാര്യങ്ങളിൽ ഒരിക്കലും നിങ്ങൾ ഭയങ്കരമായിട്ട്, അതായത് ഇപ്പം ഞാൻ പറഞ്ഞില്ല, അവർ ഹൈഡ് ചെയ്ത് വെക്കാന്നൊക്കെ പറയുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് ഭയങ്കര നെഗറ്റീവ് ഫീൽ ചെയ്ത് നിങ്ങൾ ചിലപ്പോൾ പിന്നീട് അവരെ ഭയങ്കരമായിട്ട് നോക്കാൻ തുടങ്ങും. അതായത് അവരെന്തെങ്കിലും ഹൈഡ് ചെയ്യുന്നുണ്ടോ എന്നൊരു സംഭവം നിങ്ങളുടെ മൈൻഡിലൊക്കെ വരും. അങ്ങനെ നിങ്ങൾക്ക് അവരോട് സംശയം തോന്നും. അങ്ങനെയൊന്നും ഒരിക്കലും വേണ്ട കേട്ടോ. ഞാൻ ഉദ്ദേശിക്കുന്നത്, എന്തെങ്കിലുമൊക്കെ അവർ ഹൈഡ് ചെയ്തിട്ട് പിന്നീട് നിങ്ങൾ അറിയേണ്ടി വരുന്ന സിറ്റുവേഷനിലൊക്കെ ആകുന്ന സമയത്ത് ഒക്കെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും ആളെന്നോട് മറച്ചു വെച്ചു എന്നുള്ള കാര്യം. അപ്പം അങ്ങനെ അല്ലാതെ നിങ്ങളിങ്ങനെ ചിന്തിച്ചു കൂട്ടിയിട്ട് ഓരോന്നും ഉണ്ടാക്കരുത്. അതുകൊണ്ട് ഞാൻ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ പോസിറ്റീവായ രീതിയിൽ നിങ്ങൾ എടുക്കാൻ വേണ്ടി ശ്രമിക്കുക. അപ്പോൾ എന്തായാലും ഈ കാര്യങ്ങൾ വെച്ചുകൊണ്ട് നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും, അതായത് അവർക്ക് നിങ്ങൾ ഇഷ്ടമാണോ വലിയ ആത്മാർത്ഥതയുണ്ടോ ഇല്ലേ എന്നുള്ളതൊക്കെ മനസ്സിലാക്കാനായിട്ട് കഴിയും എന്നുള്ളൊരു വിശ്വാസത്തിൽ ഇന്നത്തെ ഈ ഒരു വീഡിയോ ഞാനോട് വൈൻഡ് അപ്പ് ചെയ്യാണ്. നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക്